ഗുഡ് മോർണിംഗ് ട്രേഡേഴ്സ്. നമുക്ക് ഇന്നത്തെ ഗോൾഡ്, യൂറോ, യുഎസ്ഡി, നിഫ്റ്റി ഇതിൻ്റെ മൂന്നിന് ഇന്നത്തെ ലെവൽസൊക്കെ ഒന്ന് നോക്കാം. മാർക്കറ്റ് ഓവറോൾ ബൈയിങ്ങിലേക്കാണോ സെല്ലിങ്ങിലേക്കാണോ സാധ്യത കൂടുതലെന്ന്. ഓക്കെ അല്ലേ, ഫസ്റ്റ് നമുക്ക് എപ്പോഴത്തെയും പോലെ തന്നെ ഗോൾഡിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഗോൾഡ് നമ്മൾ ഇന്നലെയും പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്താണ് മാർക്കറ്റ് ഒരു മേജർ ട്രെൻഡിലേക്ക് വന്നതിന് ശേഷം പിന്നീട് ഒരു മൈനർ ട്രെൻഡിൻ്റെ സാധ്യതയായിരുന്നു ഇന്നലത്തെ ദിവസം ഗോൾഡിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു ലെവൽസൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഒരു മൈനർ ഇൻഡ്യൂസ്മെൻറ്റും ഈ ഒരു മൈനർ സെല്ലിംഗ് സോണും. മാർക്കറ്റ് അതിലേക്ക് വന്നതിന് ശേഷം കറക്റ്റായിട്ട് നോക്കുകയാണെങ്കിൽ റെസ്പെക്റ്റ് ചെയ്തിട്ടുണ്ട് ആ ലെവൽസിനെ നോക്കുകയാണെങ്കിൽ. ഇന്നലെ നമ്മൾ പറഞ്ഞു വിട്ടുന്ന ലെവൽസ് തന്നെയായിരുന്നു. ഇനി ഇതിന് ശേഷം ഇന്നത്തെ ദിവസത്തേക്ക് വരുവാണെങ്കിൽ ഇപ്പോൾ ഇതാണ് നമുക്ക് മൈനർ ഇൻഡ്യൂസ്മെൻറ്റ് എടുത്തു. നമുക്കൊരു മേജർ ലോ ആയിട്ട് ഇപ്പോൾ നോക്കാൻ പറ്റുന്നത് ഇതാണ്. ഒരു മേജർ ലോ, ഈ ഒരു ട്രെൻഡിലെ മേജർ ലോ ആയിട്ട് എടുക്കാൻ പറ്റുന്നത്. ഓക്കെ അല്ലേ. അതുപോലെ തന്നെ നമുക്ക് നെക്സ്റ്റ് ഒരു ട്രേഡിന് സാധ്യത നോക്കുകയാണെങ്കിൽ ഇതാണ് മേജർ ഹൈ ആയിട്ടും വരുന്നത്. അപ്പോൾ മാർക്കറ്റ് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും ഇതിനുള്ളിൽ തന്നെ വീക്കായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് ഇതിനുള്ളിൽ ഈ ഒരു ട്രെൻഡിനുള്ളിൽ സാധ്യതകളൊന്നുമില്ല. ഇപ്പോൾ ലാസ്റ്റ് ദിവസങ്ങളിലൊക്കെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇതുപോലെ പെട്ടെന്നൊരു സെല്ലോ ഒരു 1 ഡയറക്ഷൻ പുഷ് വന്നു കഴിഞ്ഞാൽ പിന്നെ അതിനുള്ളിൽ തന്നെ വീക്കായിട്ട് നിൽക്കുന്നതാണ് കൂടുതലായിട്ടും കാണാനായിട്ട് വരുന്നത്. ഒരു 1 മന്ത് ചാർട്ടൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഫുൾ ഇതുപോലെ തന്നെയാണ് വരുന്നത്. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇവിടെ ഇത് തന്നെയാണ്, ഒരു പെട്ടെന്നൊരു സെല്ല് വന്നു പിന്നെ മാർക്കറ്റ് അതിനുള്ളിൽ തന്നെ തട്ടിയാണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ട്രെൻഡിനുള്ളിൽ ആകെ ഒരു ട്രേഡിന് സാധ്യത എന്ന് പറയുന്നത് ഈ ഒരു മേജർ ഹൈ ഉണ്ടല്ലോ, ഇപ്പോൾ ഈ ഒരു സെല്ലിംഗ് സോണിലേക്ക് വന്ന് ടച്ച് ചെയ്തതിൻ്റെ ഒരു ഹൈ. ഓക്കെ അല്ലേ. മാർക്കറ്റ് ഇനി ഇന്നത്തെ ദിവസം വന്നിട്ട് ഈ ഒരു മേജർ ഹൈയിൽ ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്തതിന് ശേഷം എന്താണ് ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു സെല്ലിൻ്റെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ചെറിയൊരു സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. ഈ ഒരു സെല്ലിംഗ് സോണിലെ മേജർ ഹൈ ഞാനിതാണ് മാർക്ക് ചെയ്തിരിക്കുന്നത്. ഓക്കെ അല്ലേ. ഈ സെല്ലിലേക്ക് വന്നതിൻ്റെ മേജർ ഒരു ഹൈ, ഈ ഒരു ഹൈ ആണ് ഞാൻ മാർക്ക് ചെയ്തേക്കുന്നത്. ഇതിനുള്ളിലേക്ക് വന്നതിന് ശേഷം കേട്ടോ ഈ ഒരു റേഞ്ചിലെ ഹൈയിലെ സ്വീപ്പ് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ നിന്ന് തന്നെ കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഒരു സെല്ല് നോക്കാനായിട്ട് പറ്റും. പിന്നീട് നമുക്കൊരു നല്ലൊരു സെൽ എൻട്രി നോക്കണമെങ്കിൽ എന്താണ് മാർക്കറ്റ് പിന്നെ ഈ ഒരു മേജർ ലോയിന് ബ്രേക്ക് ചെയ്താലേ മൈനർ ട്രെൻഡ് കറക്റ്റ് ആവുള്ളൂ. ഈ ഒരു ലോ ബ്രേക്ക് ചെയ്താലേ നമുക്ക് ഒരു മൈനർ BOS കിട്ടുള്ളൂ. അങ്ങനെയാണെങ്കിൽ പിന്നെ ആ ഒരു ട്രെൻഡിലേക്ക് വന്നതിന് ശേഷം ഇപ്പോൾ ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്, ഈ ഒരു ലോയിൽ ഇതുപോലെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ഇതിൻ്റെ ഹൈയൊക്കെ ഒരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. ഓക്കെ അല്ലേ. ഇതിന് താഴെ ഇതിൽ സെല്ലിംഗ് സോണോ ഇൻഡ്യൂസ്മെൻ്റ് എടുത്ത് സെല്ലിംഗ് സോണൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് മാർക്ക് ചെയ്തിട്ട് പിന്നെ ആ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഈ ഒരു റേഞ്ചിനുള്ളിൽ നോക്കുവാണെങ്കിൽ നമുക്ക് ഈ ഒറ്റ സാധ്യതകൾ മാത്രമാണ് കാണുന്നത് കേട്ടോ. ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു ഹൈനെ എടുത്തതിന് ശേഷം ഇവിടെ നിന്ന് തന്നെ ഒരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി നോക്കാം. ഇതിന് ശേഷം എന്താണ് ഈ മേജർ ഹൈ, ഈ ഒരു ട്രെൻഡിലെ മേജർ ഹൈനെയൊക്കെ ബ്രേക്ക് ചെയ്തിട്ടാണ് കൺഫർമേഷൻ കിട്ടുന്നുണ്ടെങ്കിൽ സെല്ല് നോക്കാനായിട്ട് പാടില്ല. പിന്നെ അത് ബൈയിങ്ങിലേക്കുള്ള ട്രെൻഡായിട്ട് മാറത്തേ ഉള്ളൂ. അപ്പോൾ ഗോൾഡിൽ ഇത്രയും സാധ്യതകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഫസ്റ്റ് എന്താണ് ഈ ഹൈനെ സ്വീപ്പ് ചെയ്യുവാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. ഇനി അതല്ല ഇന്നത്തെ ദിവസം മാർക്കറ്റ് വന്ന് ഈ മേജർ ലോയിനെയാണ് ബ്രേക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നീട് നമുക്കിതൊരു ട്രെൻഡ് കൺഫേം ആവും. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റ് സെല്ലിംഗ് സോണിലൊക്കെ നോക്കി നമുക്ക് എൻട്രി എടുക്കാം. ഇനി അതുപോലെ ഗോൾഡ് ഇത്രയും കാര്യങ്ങൾ മാത്രമേ വരുന്നുള്ളൂ. ഇനി യൂറോ യുഎസ്ഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും ഇന്നലെ അത്ര നല്ല ട്രെൻഡോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ അല്ലേ. ഇപ്പോൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അത്ര സ്ട്രോങ് ആയിട്ടുള്ള ഒരു ട്രെൻഡൊന്നും അല്ല യൂറോ യുഎസ്ഡിയിലുള്ളത്. അതിനുശേഷം ഒരു ട്രെൻഡ് റിവേഴ്സലിൻ്റെ സാധ്യത പറഞ്ഞു. മാർക്കറ്റ് ഹൈനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം ലോയിന് ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ ട്രെൻഡ് റിവേഴ്സലിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. ചേഞ്ച് ഓഫ് ക്യാരക്ടർ ബ്രേക്ക് ചെയ്തു, ഒരു ഇൻഡ്യൂസ്മെൻറ്റ് എടുത്ത് BOS കിട്ടിയിട്ടുണ്ട്, പുതിയൊരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ, ഒരു ട്രെൻഡ് റിവേഴ്സലും ഇവിടെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ഒരു ട്രേഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ ഒരു റേഞ്ചിലേക്ക് വന്നിട്ടുള്ളൂ. ഓക്കെ അല്ലോ, ചെറിയ ട്രേഡായിരിക്കും. ഇതിന് ശേഷം നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ചേഞ്ച് ഓഫ് ക്യാരക്ടർ എടുത്താണ് നിൽക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ ഒരു മേജർ ലോ ആയിട്ട് ഈ ഒരു മേജർ ലോ ഇവിടെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ ആവുന്നുണ്ടല്ലോ, ഒരു മേജർ ലോയും കിട്ടി. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്കൊരു കൺഫർമേഷൻ കിട്ടുവാണെങ്കിൽ ഒരു സെൽ എൻട്രി എടുക്കാനായിട്ടും പറ്റും. അപ്പോൾ ഞാൻ അതിൻ്റെ ലെവൽസൊക്കെ ഒന്ന് മാർക്ക് ചെയ്യുക കേട്ടോ. ഓക്കെ അല്ലേ. അപ്പോൾ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഒരു മേജർ ചേഞ്ച് ഓഫ് ക്യാരക്ടർ ആയിട്ട് വരുന്നത് ഇത് തന്നെയാണ്. ഓക്കെ ആവുന്നുണ്ടല്ലോ, ഈ ഒരു ഇതാണ് വരുന്നത്. ഇനി മാർക്കറ്റ് എന്താണ് ഈ ഒരു ലോയിനെ ബ്രേക്ക് ചെയ്തതിന് ശേഷം വന്ന് ഇതിൻ്റെ 50% ടാപ്പ് ചെയ്യുകയാണെങ്കിൽ നമുക്കൊരു സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ ഒരു സാധ്യത മാത്രമാണ് ഗോൾഡിൻ്റെ യൂറോ യുഎസ്ഡിയിലും വരുന്നത്. അതുപോലെ തന്നെ നെക്സ്റ്റ് ഒരു എൻട്രീൻ്റെ വരണമെങ്കിൽ സാധ്യതകളില്ല കേട്ടോ. ഈ ഒരു ട്രേഡിന് മാത്രമേ യൂറോ യുഎസ്ഡിയിലും സാധ്യതയുള്ളൂ. ഓക്കെ അല്ലേ. ഇതിന് ശേഷം എന്താണ് മാർക്കറ്റ് വന്ന് ഓക്കെ ഞാൻ ഒന്ന് ക്ലിയർ ചെയ്യുന്നുണ്ട്. ഇതിന് ശേഷം മാർക്കറ്റ് വന്ന് ഈ ഒരു മേജർ ലോയിന് ബ്രേക്ക് ചെയ്യണം നമുക്ക് പുതിയൊരു ട്രെൻഡ് കിട്ടും. അങ്ങനെയാണ് പിന്നെ സെല്ലിൻ്റെ കണ്ടിന്യൂഷൻ നമുക്ക് നോക്കി പോകാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. മാർക്കറ്റ് മുകളിലോട്ടാണ് പോകുന്നുണ്ടെങ്കിൽ അത്രത്തോളം അഗ്രസീവായിട്ട് ട്രേഡോ കാര്യങ്ങളൊന്നും നോക്കണമെന്നില്ല. ഇനി മാർക്കറ്റ് മുകളിലോട്ട് പോവുകയാണെങ്കിൽ ഇതിൻ്റെ ലോ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. പിന്നെ ബൈയിങ് സോണ് കാര്യങ്ങളൊക്കെയാണ്. അത്രത്തോളം നല്ല സ്ട്രോങ് ആയിട്ടുള്ളൊരു ട്രെൻഡൊന്നും അതും പറയാനായിട്ട് പറ്റില്ല. ഇപ്പോൾ ഒരു സാധ്യത എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ലോയിന് ബ്രേക്ക് ചെയ്തതിന് ശേഷം 50% വരുവാണെങ്കിൽ നമുക്കൊരു സെല്ല് നോക്കാനായിട്ട് പറ്റും. അപ്പോൾ ഈ സാധ്യത മാത്രമാണ് യൂറോ യുഎസ്ഡിയിലും വരുന്നത് കേട്ടോ. ഇനി നിഫ്റ്റീൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിലും നമ്മൾ ലാസ്റ്റ് ദിവസങ്ങളിൽ പറഞ്ഞ ലെവൽസൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇന്നലെ നോക്കുകയാണെങ്കിൽ 50 പുതിയൊരു ലിക്വിഡിറ്റിയോ കാര്യങ്ങളൊന്നും തന്നെ ക്രിയേറ്റ് ആയിട്ടില്ലായിരുന്നു. പിന്നെ ഇന്നത്തെ ദിവസം നോക്കണമെങ്കിൽ ഒരു മേജർ ലിക്വിഡിറ്റി ആയിട്ട് വരുന്ന ഇതാണ്. ഓക്കെ അല്ലേ. 50 ഒരു മേജർ ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരുന്ന ഇതാണ്.
അതുപോലെ തന്നെ സെല്ലിലേക്ക് നോക്കുകയാണെങ്കിൽ വേറെ ലെവൽസോ കാര്യങ്ങളൊന്നുമില്ല. ഇത് മേജർ ഹൈ ആയിട്ടാണ് വരുന്നത്. ഓക്കെ അല്ലേ, ഇത് മേജർ ഹൈ ആയിട്ടാണ് വരുന്നത്. ഇനി ഇന്നത്തെ ദിവസം ഏറ്റവും സാധ്യതയുള്ള ട്രേഡ് എന്ന് പറയുന്നത് മാർക്കറ്റ് ഈ ഒരു ലോയിലേക്ക് വന്ന് ഈ ഒരു ലോയിനെ സ്വീപ്പ് ചെയ്യുവാണെങ്കിൽ ഇവിടുന്ന് കൺഫർമേഷൻ നമുക്ക് 1 മിനിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ ഇത് നല്ലൊരു സാധ്യതയുള്ള ഒരു ട്രേഡായിട്ട് വരും കേട്ടോ. ഓക്കെ അല്ലേ, ഇപ്പോൾ ഏറ്റവും സാധ്യതയുള്ള ഒരു ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ ഇതിനുള്ളിൽ ക്രിയേറ്റ് ആയിരിക്കുന്നത് എന്താണ്, ഇതൊരു മൈനർ ഇൻഡ്യൂസ്മെൻ്റ് ആണ്. ഇതുകൊണ്ട് അത്രത്തോളം റെസ്പെക്റ്റ് ചെയ്യണമെന്നില്ല, നല്ല ഇൻഡ്യൂസ് കിട്ടുന്നതിന് മാത്രം നോക്കിയാൽ മതി. ഇനി ഇന്നത്തെ ദിവസം മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ഡൗണിലൊക്കെ ഓപ്പൺ ചെയ്യുവാണെങ്കിൽ എന്താണ്, ഇതിൻ്റെ ഹൈ നമുക്കൊരു ഇൻഡ്യൂസ്മെൻ്റ് ആയിട്ട് വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ലോയിന് ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് മാർക്കറ്റിലേക്ക് വരുന്നതെന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് സെൽ എൻട്രി നോക്കാനായിട്ട് പറ്റും. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് സെയിം ഡയറക്റ്റ് ട്രെൻഡിനനുസരിച്ചായിരിക്കും ട്രേഡുകൾ വരുന്നത് കേട്ടോ. ഇത്രയും സാധ്യതയാണ് നിഫ്റ്റീൻ്റെ കാര്യത്തിലും വരുന്നത്. ഓക്കെ അല്ലേ, ഓവറോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ യൂറോ യുഎസ്ഡിയിൽ എന്താണ് ഒരു സെല്ലിന് സാധ്യതയുണ്ട്. അതുപോലെ നിഫ്റ്റിയിൽ ലെവൽസ് കാര്യങ്ങളാകാനായിട്ടില്ല. പിന്നെ ഗോൾഡിൻ്റെ കാര്യത്തിലേക്ക് വരുവാണെങ്കിൽ അത്ര സ്ട്രോങ് ആയിട്ടുള്ള ലെവൽസോ കാര്യങ്ങളൊന്നുമില്ല. ഈ മേജർ ലോയിൽ ബ്രേക്ക് ചെയ്താലേ നമുക്ക് സെല്ലിൻ്റെ ട്രെൻഡിൻ്റെ കണ്ടിന്യൂഷൻ നോക്കാനായിട്ട് പറ്റുള്ളൂ. ഇനി ഹൈനെ സ്വീപ്പ് ചെയ്തതിന് ശേഷം ഇവിടുന്ന് ചെറിയൊരു കൺഫർമേഷൻ കിട്ടുന്നതിന് സെൽ എൻട്രി എടുക്കാം. ഈ മേജർ ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ എന്താണ്, ഇത് ബൈയിലേക്കുള്ള ട്രെൻഡായിട്ട് മാറുകയുള്ളൂ. ഓക്കെ അല്ലേ, ഈ ഒരു ഹൈനെ ബ്രേക്ക് ചെയ്യുവാണെങ്കിൽ പിന്നെ നമുക്ക് ട്രേഡോ കാര്യങ്ങളൊന്നുമില്ല, പിന്നെ നമ്മൾ ബൈയിങ്ങിലേക്കായിരിക്കും കേട്ടോ നോക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയിട്ട് തീർച്ചയായിട്ടും വീഡിയോക്ക് ലൈക്ക് ചെയ്യുക, നിങ്ങൾ ട്രേഡിങ്ങിലെ ഫ്രണ്ട്സിൻ്റെ ഇടയിലേക്ക് ഒന്ന് ഷെയർ എത്തിക്കാനും ശ്രമിക്കുക. നമുക്ക് ഈ ഒരു വീഡിയോ നിർത്തിയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം.